ഹലോ. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ഒരു സ്പീച്ചാണ് എബൌട്ട് സക്സസ്ഫുൾ ആൻഡ് യുണീക്ക്. അപ്പോൾ എങ്ങനെയാണ് ഒരാൾക്ക് സക്സസ്ഫുൾ ആവാനും യുണീക്ക് ആവാനൊക്കെ സാധിക്കുക എന്നാണ് ഈ ഒരു ഇതിലൂടെ എ പി ജെ അബ്ദുൽ കലാം പറയണത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു 4 ലൈൻസ് വെച്ചിട്ടുണ്ട്. ഐ വിൽ ഫ്ലൈ when I wish upon a star, makes no difference who I am. Anything my heart desires will come to me. അപ്പോൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഞാൻ എപ്പോഴെങ്കിലും ഒരു സ്റ്റാർ ആവാൻ ആഗ്രഹിച്ചാൽ അതൊരിക്കലും ഞാൻ ആരാണെന്നുള്ളത് അതൊരിക്കലും നമുക്കിടയിൽ ഒരു ഡിഫറൻസ് ഉണ്ടാക്കുന്നില്ല. എന്താണോ എൻ്റെ ഹാർട്ട് ആഗ്രഹിക്കുന്നത് അത് തീർച്ചയായും യാഥാർത്ഥ്യമാവും. അതാണ് ഈ 4 ലൈൻസിൽ പറയുന്നത്. Then speech start ചെയ്യാണ്. Dear friends, I realize how the contributions of the youth in the past have continuously contributed to the world of today in many fields. I would like to assert that no youth today needs to fear about the future. അപ്പോൾ ഈ ഒരു യുവതലമുറയോടാണ് കലാം എന്താ പറയണത്. അതായത് ഇന്നത്തെ ഒരു യൂത്തിന് ഒരിക്കലും ഫ്യൂച്ചറിനെ കുറിച്ച് ഭയപ്പെടുന്നതില്ല. എന്തുകൊണ്ടാണ്? ദി ഇഗ്നൈറ്റഡ് മൈൻഡ് ഓഫ് യൂത്ത് ഈസ് ദ മോസ്റ്റ് പവർഫുൾ റിസോഴ്സസ് ഓൺ ദ എർത്ത്, അണ്ടർ ദ എർത്ത് ആൻഡ് എബോവ് ദ എർത്ത്. എർത്തിലും എർത്തിന് താഴെയും എർത്തിന് മുകളിലും എല്ലാം നമ്മുടെ ഈ ഒരു മനുഷ്യൻ്റെ പവർഫുൾ മൈൻഡ് എന്ന് പറഞ്ഞാൽ തന്നെ മോസ്റ്റ് പവർഫുൾ റിസോഴ്സസ് ആണ്. ഡിയർ യങ് ഫ്രണ്ട്സ്, ഐ വുഡ് ലൈക്ക് ടു ടോക്ക് ടു യു ഓൺ ദ ടോപ്പിക് ഐ ആം ബോൺ വിത്ത് വിങ്സ്. അപ്പോൾ എന്തിനെ കുറിച്ചാണ് ഇതിൽ പറയണത്? കലാം സ്റ്റാർട്ട് ചെയ്യാണ്. ഐ ആം ബോൺ വിത്ത് വിങ്സ്, ഞാൻ ചിറകുകളുമായിട്ടാണ് ജനിച്ചിട്ടുള്ളത് എന്നുള്ളൊരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടാണ് സ്പീച്ച് തുടങ്ങുന്നത്. ലാസ്റ്റ് ഇയർ ഐ വെൻറ്റ് ടു എ വില്ലേജ് ടു ഇനാഗ്രേറ്റ് എ പ്രോഗ്രാം കാൾഡ് ശാസ്ത്രയാൻ വിച്ച് മീൻസ് ദ പ്രൊപ്പഗേഷൻ ഓഫ് സയൻസ്. അപ്പോൾ കഴിഞ്ഞ ലാസ്റ്റ് ഇയറിൽ ഒരു വില്ലേജിലേക്ക് പോയി. ഒരു പ്രോഗ്രാം ഇനാഗ്രേറ്റ് ചെയ്യാണ്, ശാസ്ത്രയാൻ എന്നുള്ള ഒരു പ്രോഗ്രാം. ടു സ്പ്രെഡ് ഓഫ് സയൻസിൻ്റെ സ്പ്രെഡിന് വേണ്ടിയിട്ട്. ദി മിഷൻ ഓഫ് ശാസ്ത്രയാൻ വാസ് ടു എൻഷുർ ദ പ്രിപ്പറേഷൻ ഓഫ് എബൌട്ട് 2000 സ്റ്റുഡൻസ് ഫ്രം ഡിഫറെൻറ്റ് സ്കൂൾസ് ടുവാർഡ്സ് മേക്കിംഗ് ദം എലിജിബിൾ ടു ബി എഞ്ചിനീയേഴ്സ്, സയൻറ്റിസ്റ്റ്, ഡോക്ടേഴ്സ്, ക്വാളിഫൈഡ് മാനേജേഴ്സ് ആൻഡ് സിവിൽ സർവൻറ്റ്സ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ശാസ്ത്രയാൻ്റെ പ്ലാൻ എന്തായിരുന്നു? ടു എൻഷുർ പ്രിപ്പറേഷൻ ഓഫ് എബൌട്ട് ഒരു 2000 സ്റ്റുഡൻസ്, അങ്ങനെ ഡിഫറെൻറ്റ് സ്കൂളിൽ നിന്നുള്ള 2000 സ്റ്റുഡൻസിനെ എൻഷുർ ചെയ്യുക ഇതിനെക്കുറിച്ച്. ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ആരൊക്കെയായിരുന്നു? അപ്പോൾ ഇതിൽ എന്തിനൊക്കെ അംബിഷനുള്ളവരുണ്ട്? എൻജിനീയർ, സയൻറ്റിസ്റ്റ്, ഡോക്ടേഴ്സ്, അങ്ങനെ ഡിഫറെൻറ്റ് സെക്ഷനിലുള്ളവരുണ്ട്. ദിസ് ആക്ഷൻ വുഡ് ഇൻ ടേൺ എംപവർ അബൌട്ട് 2000 families of the village. My inaugural address to a mixed audience consisted of 5,000 students and their family members was on the topic Science Empowers the Nation. അപ്പോൾ ആ ഒരു ടൈമിൽ എന്തിനെ കുറിച്ചായിരുന്നു, എത്ര പീപ്പിൾസാണ് അന്നത്തെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തത്? ദെൻ ആ ഒരു ടൈമിലുള്ള ടോപ്പിക് ആണ് സയൻസ് എംപവേഴ്സ് ദ നേഷൻ. ഒരു നേഷനെ എംപവർ ചെയ്യുന്നത് ശാസ്ത്രമാണ്. ആഫ്റ്റർ മൈ അഡ്രസ്, അങ്ങനെ അതിന് ശേഷം ഹൺഡ്രഡ്സ് ഓഫ് ഹാൻഡ്സ് വർ റൈസ്ഡ് ഫോർ ആസ്കിങ് ക്വസ്റ്റ്യൻസ്. അങ്ങനെ കലാമിൻ്റെ ഇത് കഴിഞ്ഞിട്ട് എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ഈ ഒരു സ്പീച്ച് കഴിഞ്ഞിട്ട് കുറേ പേര് കൈ ഉയർത്തി ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ടൈമില്ലാത്തത് കാരണം കുറച്ച് സ്റ്റുഡൻസ്, അബൌട്ട് ഒരു 12 സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്തു. Then I would like to share with you one question of great concern which was asked by a student. അപ്പോൾ അത് ഗ്രേറ്റ് ആയിട്ടുള്ള നല്ലൊരു ക്വസ്റ്റ്യനായിട്ട് തോന്നിയൊരു ക്വസ്റ്റ്യനാണത് ഒരു സ്റ്റുഡൻറ്റ് ചോദിച്ചത് കേട്ടോ. The question was from a teenager who had come from a far away village. അപ്പോൾ ദൂരെ നിന്ന് വില്ലേജിൽ നിന്ന് വന്നൊരു കുട്ടിയുടെ ഈ ഒരു ക്വസ്റ്റ്യനാണ്. He was nervous and a typical representative of the youth of India. The boy began speaking, sir. അപ്പോൾ ബോയ് ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണെന്ന് പറയാണ്. ആ ബോയ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്? സർ, ഐ ഡോണ്ട് നോ വാട്ട് ഐ ഷുഡ് ആസ്ക്. എന്ത് ചോദിക്കണമെന്ന് എനിക്കറിയില്ല. ഐ എം നെർവസ്. ഐ ഹാവ് നോട്ട് ആസ്ക്ഡ് എനി ക്വസ്റ്റ്യൻ ഇൻ മൈ ക്ലാസ്. ഞാൻ ഇതുവരെ എൻ്റെ ക്ലാസ്സിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചിട്ടില്ല. ഐ നീഡ് ടു ഹാവ് കോൺഫിഡൻസ്. എനിക്ക് കോൺഫിഡൻസ് വേണം. ബട്ട് ഐ ഹാവ് നോട്ട് ഗെയിൻഡ് എനി കോൺഫിഡൻസ് ത്രൂ മൈ എഡ്യൂക്കേഷൻ ഡ്യൂറിങ് ഓൾ ദീസ് ഇയേഴ്സ്.
പക്ഷേ ഇത്രയും എൻ്റെ ഈ ഒരു വിദ്യാഭ്യാസത്തിൽ, ഇത്രയും വർഷത്തെ ഈ ഒരു വിദ്യാഭ്യാസ ടൈമിൽ ഞാൻ ഇതുവരെ എങ്ങനെയാണ് കോൺഫിഡൻസ് നേടുക ഞാൻ ഇതുവരെ പഠിച്ചിട്ടില്ല. ഐ ആം അഫ്രൈഡ് ടു ടോക്ക് ടു മൈ ടീച്ചേഴ്സ്. എനിക്ക് എൻ്റെ ടീച്ചേഴ്സിനോട് പോലും സംസാരിക്കാൻ ഭയമാണ്. ഐ ആം അഫ്രൈഡ് ടു ടോക്ക് ടു മൈ ഫ്രണ്ട്സ്. എൻ്റെ ഫ്രണ്ട്സിനോട് സംസാരിക്കാൻ എനിക്ക് ഭയമാണ്. Whenever I talk, I compare myself with other students and their elegant dress. പക്ഷെ എപ്പോഴാണോ ഞാൻ ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടി തുടങ്ങുന്നത്, അപ്പോൾ എൻ്റെ ഒരു മൈൻഡ് മറ്റുള്ള സ്റ്റുഡൻസിൻ്റെ ആ ഒരു ഇതിലേക്ക് പോകും, അവരുമായിട്ട് കമ്പയർ ചെയ്യാൻ പോകും. പ്ലീസ് ടെൽ മീ, ഐ വാണ്ട് ടു ബിക്കം എ മറൈൻ എഞ്ചിനീയർ. എനിക്ക് ഒരു മറൈൻ എഞ്ചിനീയർ ആവാനാണ് ആഗ്രഹം. ഐ വാണ്ട് ടു ട്രാവൽ ഇൻ എ ഷിപ്പ്. ഐ വാണ്ട് ടു ബി ദ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ്. I want to build the engine of the ship. Shall I be able to do all this, sir? How can I achieve this mission? What should I do? When the boy completed the question, the entire audience and the dignitaries of the dais, including the chief minister, were looking at me wondering what Kalam was going to say to the sincere question of a young village boy. അപ്പോൾ വില്ലേജ് ബോയ് പറയുന്നത് എനിക്ക് ഒരു ഷിപ്പ് ക്യാപ്റ്റൻ ആവണം, എനിക്കൊരു ഷിപ്പ് എൻജിന് ഉണ്ടാക്കണം. അപ്പോൾ ഇതൊക്കെ എനിക്ക് ചെയ്യാൻ കഴിയുമോ, എങ്ങനെയാണ് ഞാൻ ഇതിന് ഏബിളാവുക? ഈ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് എനിക്ക് ഈ ഒരു മിഷൻ അച്ചീവ് ചെയ്യാൻ കഴിയുക? ഈ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞപ്പോഴേക്കും ഓഡിയൻസ് എല്ലാവരും കലാമിനെ, നമ്മുടെ APJ അബ്ദുൽ കലാമിനെ നോക്കുകയാണ്. എന്താണ് ഇതിന് കലാം ഈ ഒരു സ്റ്റുഡൻറ്റിന് ആൻസർ നൽകുക. ഐ തോട്ട് ഓഫ് ഇറ്റ്. ആ ടൈമിൽ APJ ചിന്തിച്ചു. ആൻഡ് ബ്രേക്കിംഗ് ദി സൈലൻസ്. ഒരു സൈലൻസിന് ശേഷം, ഇപ്പോൾ ഡിഗ്നിറ്ററീസ് എന്ന് പറഞ്ഞാൽ ചീഫ് ഗസ്റ്റുകളാണ്. ഡയസ് എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു പ്രോഗ്രാമിൽ അവിടെ ഉൾക്കൊണ്ട ചീഫ് ഗസ്റ്റുകളൊക്കെയാണ് കേട്ടോ അവിടെ പറയുന്നത്. അങ്ങനെ ആഫ്റ്റർ എ സൈലൻസിന് ശേഷം APJ സ്റ്റുഡൻറ്റിനോട് പറയണം, മൈ ഡിയർ ഫ്രണ്ട്, you have put the most difficult question among the many questions that I have received from millions and millions of students whom I have met. ഞാൻ കണ്ടതിൽ വെച്ച് എത്രയോ മില്യൺസ് ക്വസ്റ്റ്യൻസ് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിലിട്ട് വെച്ച് ഒരു ബെസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആയിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തത്. ഐ വാല്യൂ യുവർ ക്വസ്റ്റ്യൻ. ഞാൻ വാല്യൂ ചെയ്യുന്നു. ഐ നോ യു ആർ എക്കോയിങ് ദ ഫിയർ ഓഫ് മെനി. നീ ഒരു ക്വസ്റ്റ്യൻ കുറേ ആളുടെ ഉള്ളിൽ എക്കോ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ബട്ട് ആരും ചോദിക്കില്ല എന്തുകൊണ്ടാണ്, ഉള്ളിലുള്ളൊരു ഭയം, നോ കോൺഫിഡൻസ്. ഐ നോ യു ദെൻ ലെറ്റ് മീ റിസൈറ്റ് എ ബ്യൂട്ടിഫുൾ ആൻഷ്യൻ പോം നെയിം ഐ വിൽ ഫ്ലൈ. അപ്പോൾ നമുക്ക് ഒരു ആൻഷ്യൻ പോയമായ ഐ വിൽ ഫ്ലൈ നമുക്ക് റിസൈറ്റ് ചെയ്യും. അപ്പോൾ അതിലുള്ള ലൈൻസാണ്, ഐ എം ബോൺ വിത്ത് പൊട്ടൻഷ്യൽ, ഐ എം ബോൺ വിത്ത് ഗുഡ്നെസ് ആൻഡ് ട്രസ്റ്റ്, I am born with ideas and dreams. I am born with greatness. I am born with confidence. I am born with wings. So, I am not made for crawling. I have wings. I will fly. I will fly and fly. അതായത് നാം ജനിച്ചത് പൊട്ടൻഷ്യൽ ഉണ്ടായിട്ടാണ്. ഗുഡ്നെസ്, ട്രസ്റ്റ്, ഐഡിയാസ്, ഡ്രീംസ്, ഗ്രേറ്റ്നെസ്, കോൺഫിഡൻസ്, വിങ്സ്. പക്ഷേ ഇതൊക്കെ ഉണ്ടായിട്ട് എന്തിനും നാം ക്രൗളിങ് മീൻസ് ഇഴയണം. നമുക്കൊരിക്കലും നമ്മൾ എഴുതരുത്. മാക്സിമം നമുക്ക് ചിറകുകളുണ്ടെന്ന് കരുതി നാം പറക്കണം. അതാണ് ആ ലൈൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ കണ്ടിന്യൂ ചെയ്യുകയാണ് APJ. യങ് ഫ്രണ്ട്സ്, ലെറ്റ് മീ ഡിസ്കസ് വിത്ത് യു ഹൗ യു ക്യാൻ ബി യുണീക്ക്. എങ്ങനെയാണ് ഒരാൾക്ക് യുണീക്ക് ആവാൻ സാധിക്കും? ഐ ഹാവ് സോ ഫാർ മെറ്റ് 15 million യൂത്ത് ഇൻ എ ഡിക്കേഡ്സ് ടൈം. ഐ ലേൺ എവറി യൂത്ത് വാണ്ട്സ് ടു ബി യുണീക്ക്. ഞാൻ ഈ ഒരു ഡിക്കേഡ്സിൽ ഞാൻ കുറേ പേഴ്സൺസിനെ കണ്ടിട്ടുണ്ട്. പക്ഷേ എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താണ്? ടു ബി യുണീക്ക് ആവണം. ദാറ്റ് ഈസ് യു, അതാണ് നിങ്ങൾ. ബട്ട് ദ വേൾഡ് ഓൾ അറൗണ്ട് യു ഈസ് ഡൂയിങ് ഇറ്റ്സ് ബെസ്റ്റ് ഡേ ആൻഡ് നൈറ്റ് ടു മേക്ക് യു ജസ്റ്റ് എവറിബഡി എൽസ്. ഇൻ യുവർ ഹോം, ഡിയർ യങ് ഫെലോസ്, യു ആർ ആസ്ക്ഡ് ബൈ യുവർ പാരൻസ് ടു ബി ലൈക്ക് ദ നൈബേഴ്സ് ചിൽഡ്രൻ ഫോർ സ്കോറിംഗ് ഗുഡ് മാർക്സ്. When you go to school, your teacher says, why don't you become like the first 5 rankers in the class? നമുക്ക് എന്തൊരു എക്സാം കഴിഞ്ഞാലാവട്ടെ നമ്മുടെ പാരൻസ് മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യും. അതുപോലെ തന്നെ ടീച്ചേഴ്സും പറയും, എന്തുകൊണ്ട് നിങ്ങൾ ഇത്ര റാങ്കിൻ്റെ ഉള്ളിൽ വന്നില്ല. വേറെവർ യു ഗോ, പീപ്പിൾ സേ യു ഹാവ് ടു ബി സംബഡി എൽസ് ഓർ എവരിബഡി എൽസ്. നമ്മൾ എവിടെ പോലും മനുഷ്യരെന്ന് പറയാം, നീ മറ്റുള്ളവരെ പോലെയാണ്, നീ ഇവരെ കണ്ടുപിടിക്കും, നീ അവരെ കണ്ടുപിടിക്കുന്നേ പറയുള്ളൂ. നോ ഡിയർ യങ് ഫ്രണ്ട്സ്, ഹൗ മെനി ഓഫ് യു വുഡ് ലൈക്ക് ടു ബി യുണീക്ക് യുവർ സെൽഫ്. അപ്പോൾ സ്റ്റുഡൻസിനോട് ചോദിക്കുകയാണ് APJ, നിങ്ങളിൽ എത്ര പേര്
യുവർ സെൽഫ്, നിങ്ങൾ സ്വയം യുണീക്ക് ആകാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദ ചാലഞ്ച്, ആ ഒരു ചാലഞ്ച് മൈ ഡിയർ യങ് ഫ്രണ്ട്സ് is that you have to fight the hardest battle which any human being can ever imagine, and never stop fighting until you arrive at your destined place that is a unique you. അപ്പോൾ നാം എന്തൊരു കാര്യമാണോ നമ്മുടെ മനസ്സിൽ ആഗ്രഹിക്കുന്നത് അത് കിട്ടാൻ വേണ്ടി, അത് നേടിയെടുക്കാൻ വേണ്ടി നാം ഫൈറ്റ് ചെയ്യുക ഒരു കോൺഫിഡൻസോട് കൂടി. അപ്പോൾ ഇതിൻ്റെ മുമ്പത്തെ സെക്ഷനും ഈ ഒരു പോർഷനിലൊക്കെ പറയുന്നത് എന്താണ്, എപ്പോഴും കോൺഫിഡൻസോട് കൂടി നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു എയിമാണ്, മറ്റുള്ളവരെ കമ്പയർ ചെയ്യലുണ്ട്. ബി യുണീക്ക് യുവർ സെൽഫ്. അപ്പോൾ ആ ഒരു മെസ്സേജാണ് ഇതിന് APJ അബ്ദുൽ കലാം തരുന്നത്. അപ്പോൾ നമുക്ക് ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് നോക്കാം. ഞാൻ ഫസ്റ്റ് പറയാൻ മറന്നതാണ് കേട്ടോ. ഡോക്ടർ കലാം, ദ ഫോമർ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ, നമ്മുടെ ഒരു ഫോമർ പ്രസിഡൻ്റ് ആയിരുന്നു. ഈസ് എ ഡിസ്റ്റിങ്വിഷ്ഡ് സയൻറ്റിസ്റ്റ് ആണ്, വെൽ നോൺ ഫോർ ഹിസ് സിഗ്നിഫിക്കൻറ്റ് കോൺട്രിബ്യൂഷൻ ടു ദ ഫീൽഡ് ഓഫ് സ്പേസ് റിസർച്ച്. His vision is to transform India into a developed nation by 2020. 1931 ഒക്ടോബർ 15 ജനിച്ചു. ഇവിടെ രാമേശ്വരം, തമിഴ്നാട്ടിൽ. അബ്ദുൽ കലാം സ്പെഷ്യലൈസ്ഡ് ഇൻ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ഫ്രം ദ മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. He became professor of technology and societal transformation at Anna University and was involved in teaching and research. അപ്പോൾ നമുക്കറിയാം APJ അബ്ദുൽ കലാം ഒരു സയൻറ്റിസ്റ്റ് ആയിരുന്നു, മാത്രമല്ല ഫോമർ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ ആയിരുന്നു. എനിവേ ഈ ഒരു സെക്ഷനിൽ APJ അബ്ദുൽ കലാം നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് ദ ഇമ്പോർട്ടൻസ് ഓഫ് കോൺഫിഡൻസ് ആണ് കേട്ടോ.